നെക്സ്റ്റ് ഹൃദയത്തിന്റെ ഭാഷ ഒരു ലോകം എ ഹൃദയത്തിന്റെ ഭാഷ ഷിബു കാനഡ. താങ്ക് യു രാജേഷേട്ടാ, താങ്ക്സ് ഫോർ യുവർ സർവീസ്. എൻ്റെ പേര് ഷിബു, ഞാനൊരു ആൽക്കഹോളിക് ആണ്. ഇന്ന് മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും നന്ദി. എനിക്കൊരു അവസരം തന്ന കൺവെൻഷനിലെ എല്ലാവർക്കും നന്ദി. എൻ്റെ സബ്ജക്റ്റ് ഒരു ലോകം ഒരു ഹൃദയത്തിന്റെ ഭാഷ എന്നതാണ്. എൻ്റെ ഗ്രാമത്തില് ഞാൻ ആദ്യത്തെ ആൽക്കഹോളിക് സർവീസിന്റെ മീറ്റിംഗ് തൊടുപുഴ വിസിറ്റർ ഗ്രൂപ്പിലാണ് കൂടിയത്. അവിടെ എൻ്റെ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് എത്തുമ്പോൾ എൻ്റെ ധാരണ മുഴുവൻ ഇതേതോ ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പള്ളിയുടെ ഒക്കെ എന്തോ സംരംഭമാണെന്നൊക്കെയാണ് ഞാൻ ആദ്യകാലങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ചിന്തകളെ മാറ്റിയത് പോകെയാണ്. അതായത് ഞാൻ മൂവാറ്റുപുഴ മീറ്റിങ്ങിന് പോയി, അമര മീറ്റിംഗ് തുടങ്ങിയ കാലഘട്ടമാണ്. പിന്നെ പെരുമ്പാവൂർ പോയി. അങ്ങനെ തുടക്ക കാലഘട്ടങ്ങളിൽ എനിക്ക് പിന്നെ ഞാൻ ബാംഗ്ലൂര്, ഡൽഹി, നോയിഡ, മംഗലാപുരം അങ്ങനെ പല സ്ഥലങ്ങളിൽ മീറ്റിങ്ങിന് പോയപ്പോഴാണ് ഈ ലോകം മുഴുവനും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ പലയിടത്തും മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അവിടെ എല്ലാം നമ്മൾ ഈ ആചാരം പോലെ ആമുഖം, പ്രാർത്ഥന, പടി, പാരമ്പര്യം ഇതൊക്കെ അവർ പല ഭാഷകളിലാണ് സംസാരിക്കുന്നത്. ഇന്ന് 90 വർഷങ്ങൾ എത്തിയിരിക്കുന്ന ഏകദേശം 190 അല്ലെങ്കിൽ 150 അത്ര ആയിക്കോട്ടെ, അത്രയും രാജ്യങ്ങളിൽ എത്തിയിരിക്കുന്നു. 2 മില്യൺ ആളുകൾ നമ്മൾക്ക് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ അംഗസംഖ്യകളുടെ എണ്ണം അല്ലെങ്കിൽ മെമ്പർഷിപ്പ് സർവേ സാധാരണ എടുക്കാറില്ല. കഴിഞ്ഞ വർഷം എടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അത് നമുക്കറിയാം. എങ്ങനെയാണ് ഞാൻ ഈ ഒരു ലോകം ഒരു ഹൃദയത്തിന്റെ ഭാഷ എന്നുള്ളതിനെ ഒരു വല പോലെ എങ്ങനെയാണ് ഈ ലോകത്തിന് മുകളിലേക്ക് പടർന്ന് പന്തലിച്ചത് എന്നുള്ളതാണ്. അത് ഓരോരുത്തരും അവരവരുടെ യാത്ര ചെയ്തപ്പോൾ, ചില ആൾക്കാർ ടൂർ പോയപ്പോൾ, ചില ആൾക്കാർ പൈലറ്റൊക്കെ ആയിട്ട് ഈ വിമാനങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ കപ്പൽ യാത്രകൾ നടത്തുന്നവര്, അങ്ങനെ പല ആളുകൾ വഴിയാണ് ഈ വല നെയ്യപ്പെട്ടത്. തുടക്കം സിൽക്ക് വർത്ത് ബിൽ ഡബ്ല്യുവിനോട് ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ വെച്ച് പറയുന്നത് ആണ്. അതുപോലെ തന്നെ എബിയും ബിൽ ഡബ്ല്യുവിനോട് പറഞ്ഞു. ബിൽ ഡബ്ല്യു ആണെങ്കിൽ ഡോക്ടർ ഹലോ ചേട്ടോ മൈക്ക്. ഹലോ നോ സൗണ്ട്. കേക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ക്ലാരൻസസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനേകം ആളുകൾക്ക് ആയിരങ്ങൾ മരിച്ചു വീഴുന്നു, എന്നിട്ടും എനിക്ക് എങ്ങനെ കിട്ടി അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. അതിനൊരു കാരണമുണ്ടതായിട്ടാണ് ശിവശേട്ടാ ഇടക്ക് കട്ടാവുന്നുണ്ട്, എന്താ നോക്കിയേ? അവര് നോക്കും. ഇന്ത്യയിലേക്ക് എത്തിയത് എന്ന് പറയുകയാണെങ്കിൽ ചാർലി ആണ് അവിടെ നമ്മുടെ കനേഡിയൻ ഫിലിം ഇതിനകത്ത് വർക്ക് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടാണ് ഇന്ത്യയിൽ വന്നതെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു വെസ്റ്റ് ലോക്ക് എന്ന് പറഞ്ഞൊരിടത്ത് മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുത്തെ മീറ്റിങ്ങിന് തുടങ്ങിയത് ഒരു പഞ്ചാബിയാണ്. അപ്പൊ പഞ്ചാബിൽ നിന്ന് വന്ന ഒരു ആണ് ഇവിടെ മീറ്റിംഗ് തുടങ്ങി. അപ്പൊ ഈ വലകളുടെ കണ്ണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലോകം എന്നുള്ളത് നമ്മൾ കാണുന്ന ഭാഷകൾക്ക് വ്യത്യാസമായി, അല്ലെ വർഗം, വർണ്ണം ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക്കുകളായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫാദർ ഡൗളിങ്, സാം ഷുമാക്കർ, അങ്ങനെയുള്ള നോൺ ആൽക്കഹോളിക്കുകൾ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ ഞാൻ ഇനി കുറച്ച് രാജ്യങ്ങളിൽ ഏത് വർഷങ്ങളിലാണ് എത്തിയത് എന്നാണ് പറയാൻ പോകുക. അപ്പൊ 1940 കൂടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് കാനഡയിൽ എത്തുന്നത്. അതൊരു ടൊറന്റോയിലുള്ള ഡോക്ടർ ജോർജ് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് കാനഡയിൽ സോബറായ ആള്. ഒഹായോയില് നമുക്കറിയാം 1941 ആയപ്പോഴത്തേക്ക് ഒഹായോയില് അല്ലെങ്കിൽ അമേരിക്കയിലെ മറ്റ് ചിക്കാഗോ, ഓർലൻഡ്, ഹൂസ്റ്റൺ അവിടെയൊക്കെ ധാരാളം പടർന്ന് പന്തലിച്ചു. 1941 ആയപ്പോഴത്തേക്കും സാറ്റർഡേ ഈവനിങ് പോസ്റ്റില് 7500 വാക്കുകളുള്ള ഒരു ആർട്ടിക്കിള് ജനശ്രദ്ധ ആകർഷിച്ച് ധാരാളം അംഗങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ സമീപിച്ചു. 1941 സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായി. 1941 ആയപ്പോഴത്തേക്കും ഏകദേശം 800 ഗ്രൂപ്പുകളായി, 2000 അംഗങ്ങളായി.
1941 നമുക്ക് സെറനിറ്റി പ്രെയർ അല്ലെങ്കിൽ പ്രശാന്തിയുടെ പ്രാർത്ഥന ആൽക്കോളിക്സ് അനോണിമസ് സ്വീകരിച്ചത്. 1942 ജയിൽ ഗ്രൂപ്പുകൾ തുടങ്ങിയത്. 1942 തന്നെ ഓസ്ട്രേലിയയിലുള്ള ഡോക്ടർ സിൽവസ്റ്റർ എന്ന ഡോക്ടർ ആൽക്കഹോളിക് ഫൗണ്ടേഷന് ഒരു ലെറ്റർ അയക്കുകയും അവിടെ ആൽക്കോളിക്സ് അനോണിമസ് മീറ്റിംഗ് തുടങ്ങാൻ വേണ്ട സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നോട് വീഡിയോ ഓൺ ചെയ്യാൻ ആവശ്യം. 1943 കാനഡയിലെ വിൻസർ ഗ്രൂപ്പ് അല്ലെങ്കിൽ വിൻസർ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പാണ് കാനഡയിലെ, അവിടെ തുടങ്ങി. 1943 തന്നെ നമുക്കറിയാം അത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലമാണ്. ആ സമയത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള ചരിത്രം പറയുമ്പോൾ ജോസഫ് മാഷ് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുക. അപ്പൊ 1944 മാർട്ടി മെൻ എന്ന് പറയുന്ന ആദ്യത്തെ ആൽക്കോളിക്സ് അനോണിമസിലെ അംഗം NCAA എന്ന് പറയുന്ന നാഷണൽ കമ്മിറ്റി ഓഫ് ഫോർ എഡ്യൂക്കേഷൻ ഫോർ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അമേരിക്കയെ സഹായിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ലോകം മുഴുവൻ അതൊരു സഹായകമായി. 1944 സ്ത്രീകളുടെ ജയിലിലുള്ള കൂട്ടായ്മ തുടങ്ങി. 1944 തന്നെ ഫ്രഞ്ച് സംസാരിക്കുന്ന ഗ്രൂപ്പ് തുടങ്ങി. 1945 2500 അംഗങ്ങളായി. അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് തങ്ങളുടെ 10ാമത് വാർഷികം 1945 ആഘോഷിച്ചു. 36 സ്റ്റേറ്റുകളിൽ അമേരിക്കയിൽ AA തുടങ്ങി. 1945 തന്നെ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ മീറ്റിംഗ് തുടങ്ങി. പിന്നെ 1945 ആഫ്രിക്കൻ അമേരിക്കൻ ഗ്രൂപ്പ് വാഷിംഗ്ടൺ DC തുടങ്ങി. 1945 ബെർമുഡ എന്ന് പറയുന്ന രാജ്യത്ത് തുടങ്ങിയത്. 1945 തന്നെ ഹോളിവുഡ്, അതായത് നമ്മുടെ ഓസ്കാർ നേടിയ ദ ലോസ്റ്റ് വീക്കെൻഡ് എന്ന് പറയുന്ന ഫിലിം ഇറങ്ങി. അത് AIയിൽ വലിയ ശ്രദ്ധയാകർഷിക്കുകയും ഏകദേശം $1 ലക്ഷം ആൽക്കോളിക്സ് അനോണിമസിന് അവർ സംഭാവന നൽകാമെന്ന് പറഞ്ഞെങ്കിലും ആൽക്കോളിക്സ് അനോണിമസ് നിരസിച്ചു. 1945 1954 കാലഘട്ടത്തിൽ, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം AA ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. 1945 ആദ്യമായി ഒരു ആശുപത്രി, അതായത് നിക്കർ ബക്കർ എന്ന് പറയുന്ന ആശുപത്രി അമേരിക്കയിൽ മദ്യാസക്തരെ ഞങ്ങൾ ചികിത്സിച്ചു കൊള്ളാമെന്ന് തയ്യാറായത്. 1946 തന്നെ അയർലൻഡിൽ AA എത്തി. 1946 ആദ്യത്തെ മീറ്റിംഗ് മെക്സിക്കോയിൽ ഉണ്ടായി. 1946 തന്നെ ആഫ്രിക്കയിൽ AA എത്തി. 1946 തന്നെ ന്യൂസിലൻഡിൽ എത്തി. 1947 ഇംഗ്ലണ്ടിൽ AA എത്തി. 1947 പസഫിക് മിലിറ്ററി ബേസിസിൽ AA തുടങ്ങി. 1947 നോർവേയിൽ AA എത്തി. 1947 തന്നെ കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നോവാസ്കോഷ്യ, ന്യൂ ബ്രൻസ്വിക്, പ്രിൻസസ് ഐലൻഡ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ AA തുടങ്ങി. 1944 തന്നെ ക്യൂബക്കിൽ AA തുടങ്ങി. 1945 ആൽബർട്ട, മാനിറ്റോബ, ഞാൻ ആൽബർട്ടയിലാണ് ഞാനുള്ളത്, അപ്പൊ ഇവിടെ AA തുടങ്ങി. 1946 ബ്രിട്ടീഷ് കൊളംബിയയിൽ തുടങ്ങി. 1947 സസ്കച്ചുവാനിൽ തുടങ്ങി. 1947 തന്നെ ബ്രസീൽ ഹലോ ചേട്ടാ, ഹലോ ഇടയ്ക്ക് നെറ്റ് ഒന്ന് പോയിട്ടോ. അപ്പൊ അക്രമം ഓക്കെ 13ാമത് വാർഷികാഘോഷം 1948 ജപ്പാനിൽ തുടങ്ങി. 1949 സ്കോട്ട്ലൻഡ്, 1949 ഹോളണ്ട് തുടങ്ങിയ – 1950 തന്നെ പെറു എന്ന രാജ്യത്ത് തുടങ്ങി. 1950 നമ്മുടെ ഡോക്ടർ ബോബ് 15 വർഷത്തെ 5000-ഓളം ആളുകൾക്ക് മെസ്സേജ് കൊടുത്തതിന് ശേഷം മരണപ്പെട്ടു. 1951 ഫസ്റ്റ് ജനറൽ സർവീസ് കോൺഫറൻസ് ഉണ്ടായി. 1951 തന്നെ ലാസ്കർ അവാർഡ് കിട്ടി. 1952 അലനോൺ തുടങ്ങുന്നത്. 1952 കരീബിയനിൽ AA തുടങ്ങി. 1953 ജർമ്മനിയിൽ AA തുടങ്ങുന്നത്. 1953 12 പടി 12 പാരമ്പര്യങ്ങൾ അച്ചടിക്കുന്നത്. 1953 ബെൽജിയത്തും. 1954 നമുക്ക് ഡോക്ടർ ബിൽ ഡബ്ല്യുവിന് ഹോണററി ഡിഗ്രി കൊടുക്കാമെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. 1954 ആൽക്കഹോളിക് ഫൗണ്ടേഷൻ എന്ന പേര് ജനറൽ സർവീസ് ബോർഡായിട്ട് മാറി. 1954 അംഗസംഖ്യ 1 ലക്ഷത്തോടടുത്തു. 1955 അർജന്റീന, 1955 തന്നെ സെൽവഡോർ, 1955 തന്നെ മാഡ്രിഡ്,
1955 തന്നെ ലോണേഴ്സ് ബുള്ളറ്റിൻ എന്ന് പറയുന്ന, അതായത് ഒറ്റപ്പെട്ട് രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ലോണേഴ്സ് ബുള്ളറ്റിൻ ആരംഭിച്ചു. 1956 വെനിസ്വേലിയ, ഗ്രേറ്റ് ബ്രിട്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആരംഭിച്ചു. 1957 ആയപ്പോഴത്തേക്കും നോർത്ത് അമേരിക്കൻ ഹോസ്പിറ്റലുകൾ ആളുകളെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. 1957 ഇന്ത്യയിൽ ചാർലി എം എന്ന് പറയുന്ന AA അംഗം നാഷണൽ ഫിലിം ബോർഡ് കാനഡയിൽ ജോലി ചെയ്യാൻ വന്നപ്പോൾ ആദ്യമായി പത്രത്തിൽ പരസ്യം കൊടുത്ത് അവിടെ നമുക്ക് ആദ്യത്തെ AA അംഗത്തെ കിട്ടുന്നത് നമ്മൾ ആ വീഡിയോയിൽ കണ്ടു. 1957 ആയപ്പോഴത്തേക്കും ഗ്രീസിൽ നിന്ന് ആദ്യത്തെ കത്ത് ഒരു അമേരിക്കൻ പൈലറ്റ് ആൽക്കോളിക് ജന സർവീസ് ബോർഡിന് അയച്ചു. 1959 ആയപ്പോഴത്തേക്കും ഓസ്ട്രിയൻ വെസ്റ്റ്, ഓസ്ട്രിയൻ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ AA സ്റ്റാർട്ട് ചെയ്തു. 1959 ആയപ്പോഴത്തേക്കും കൊളംബിയ, 1960 ആയപ്പോഴത്തേക്കും ഫ്രാൻസ്, 1960 തന്നെ ഗോട്ടിമല, 1960 തന്നെ മൂന്നാമത് ഇന്റർനാഷണൽ കൺവെൻഷൻ നടത്തി. 1960 തന്നെ കോസ്റ്ററിക്ക, 1961 ബിൽ ഡബ്ല്യു കാൾ ജങ്ങിന് ഒരു കത്തെഴുതി. 1961 ആയപ്പോഴത്തേക്കും ബിഗ് ബുക്കിന്റെ 5 ലക്ഷം കോപ്പികൾ പ്രസിദ്ധീകരിച്ചു. 1962 ആയപ്പോഴത്തേക്കും കരീബിയനിൽ തുടങ്ങി. 1962 ഡോക്ടർ നോറിസ് നമ്മുടെ ചെയർമാനായി വന്നത്. 1960 തന്നെ UK ഐലൻഡ് ഗ്രൂപ്പുകൾ ആരംഭിച്ചു. 1962 12 ആശയങ്ങൾ പ്രസിദ്ധീകരിച്ചു. 1961 ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ വന്നു. 1963 നോർത്തേൺ യൂറോപ്പിൽ AA തുടങ്ങിയത്. 1964 ശ്രീലങ്കയിൽ AA തുടങ്ങിയത്. 1965 ആയപ്പോഴത്തേക്കും ഗ്രൂപ്പുകളുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞു. 1965 തന്നെ ബോൾവിയയിൽ 10 ലക്ഷം അംഗങ്ങൾ ഉണ്ടെന്ന് അവർ അറിയിച്ചു. 1966 എക്വഡോർ, 1966 തന്നെ പിന്നീട് 14 ആൽക്കഹോളിക്കുകളും 7 നോൺ ആൽക്കഹോളിക്കുകളുമായി US കാനഡ ട്രസ്റ്റിയുടെ അനുവാദം സ്വീകരിച്ചു. 1966 വിയറ്റ്നാം യുദ്ധസമയമാണ് 10 പേര് ലോണേഴ്സ് ആയി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതായത് 10 ആളുകൾ വിയറ്റ്നാം യുദ്ധത്തോടനുബന്ധിച്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. 1967 സ്വിറ്റ്സർലൻഡ്, 1967 തന്നെ ഫ്രാൻസിസ്കൻ സഭ നമുക്കൊരു അവാർഡ് നൽകി. 1967 റേഡിയോ ഗ്രൂപ്പ്, അതായത് 10 അംഗങ്ങൾ 24 മണിക്കൂർ ചേരുന്ന ലോകത്തിലെ പല ഭാഗത്തു നിന്നും 24 മണിക്കൂർ ആ റേഡിയോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ചില രാത്രികളിൽ 24 പേരും പങ്കെടുത്തു എന്ന് അവർ അറിയിച്ചു. ആ ഗ്രൂപ്പിന്റെ പേര് ഹാം റേഡിയോ ഗ്രൂപ്പ് എന്നാണ്. 1969 ഹംഗറി, 1969 തന്നെ സ്പാനിഷ് ഗ്രൂപ്പ് തുടങ്ങി. 1970 ഹോസ്പിറ്റലുകളിലും പ്രിസണുകളിലും ധാരാളം ഗ്രൂപ്പുകൾ തുടങ്ങി ലോകം മുഴുവനും പടർന്നു. ജയിൽ AAകൾ 54,031 രജിസ്റ്റർ ചെയ്തു. 742 ആശുപത്രികളായി 20,160 അംഗങ്ങൾ വന്നു. 895 പ്രിസൺ ഗ്രൂപ്പുകളായി 33,871 ആളുകൾ ആൽക്കോളിക്സ് അനോണിമസിൽ അംഗങ്ങളായി. 1970 മിയാമി ഇന്റർനാഷണൽ കൺവെൻഷൻ, 1971 മലേഷ്യ, 1972 ഇറ്റലി, 1973 അംഗസംഖ്യ 1 മില്യൺ ഒരു 10 ലക്ഷം. 1973 ബാങ്കോക്ക്, 1973 തന്നെ ലൂയിസ് വേൾഡ് ട്രിപ്പ് 9 ആഴ്ച നീണ്ടു നിൽക്കുന്ന വേൾഡ് ട്രിപ്പ് ആരംഭിച്ചു. 1973 വെയിൽസിൽ AA തുടങ്ങി. 1974 പോളണ്ട്, 1974 തന്നെ ഡെൻവറിൽ ഡെലിഗേറ്റുകൾ അസംബ്ലി ചെയ്തു. 1974 ഉറുഗ്വായ്, 1975 പോർച്ചുഗൽ, 1975 ജെറുസലേം, 1976 ഐസ്ലാൻഡ്, 1976 ബ്രസീൽ, 1977 അംഗസംഖ്യ അപ്പോഴേക്കും നമുക്ക് ആദ്യം പറഞ്ഞ പോലെ 10 ലക്ഷമായി. 1977 US ആൻഡ് കാനഡയിൽ 50% യുവാക്കളായിട്ട് നമ്മൾ സെൻസസ് എടുത്തു. അതായത് 30 വയസ്സിന് താഴെയുള്ള 50% അംഗങ്ങൾ ആൽക്കോളിക്സ് അനോണിമസിൽ അംഗങ്ങളായി. 1977 കംബോഡിയ, 1978 ഗ്രേപ്പ് വൈൻ 1 ലക്ഷം കോപ്പികൾ വിറ്റഴിച്ചു. 1979 ബദിര ഗ്രൂപ്പ് തുടങ്ങി. 1979 തന്നെ 28 മിനിറ്റ് നീളുന്ന പബ്ലിക് ഇൻഫോർമേഷൻ ഒരു ഫിലിം ആരംഭിച്ചു. അത് എല്ലാവർക്കും പബ്ലിക് ഇൻഫോർമേഷൻ സഹായിച്ചു. 1983 മാൾട്ടയിൽ തുടങ്ങി. 1984 സ്പാനിഷിൽ സർവീസ് ഡെസ്ക് ആരംഭിച്ചു. 1990 ലാറ്റ്വിയയില് ഉക്രൈനിൽ തുടങ്ങി. 1991 റൊമാനിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്തോനേഷ്യ അവിടെയെല്ലാം തുടങ്ങി. 1991 കാനഡയിലെ പല ഭാഷകളിൽ ബിഗ് ബുക്ക് ഇറങ്ങി. പ്രത്യേകിച്ച് ഇവിടുത്തെ റെഡ് ഇന്ത്യൻസിന്റെ ഭാഷകളിൽ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിച്ചു. 1991 പേർഷ്യൻ ഗൾഫിലും, 1993 ക്യൂബയിലും, 1995 ചൈനയിലും, 1995 തന്നെ നമുക്ക് ഒരു ഗ്രാൻഡ് ഗോൾഡൻ കൺവെൻഷൻ കാനഡ ഗോൾഡൻ ആനിവേഴ്സറി ആരംഭിച്ചു. ആ വർഷമാണ് കാനഡയിൽ ഗോൾഡൻ ആനിവേഴ്സറി നടത്തിയത്. 1995 തന്നെ ഫസ്റ്റ്
ഏഷ്യ ഓഷ്യാനിയ സർവീസ് നടത്തി. 1995 നമ്മുടെ വെബ്സൈറ്റ് www.AORG രൂപം കൊണ്ടത്. 1996 ജപ്പാനീസ് ജനറൽ സർവീസ് തുടങ്ങി. 1997 ആഫ്രിക്കയിൽ എത്തി. പിന്നെ 2000 ആയപ്പോൾ മിയാമി പോളിസ് മീറ്റിംഗ് തുടങ്ങി. 2000 തന്നെ അലനോണിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. 2000 ആളുകളുടെ എണ്ണം 2 മില്യൺ ആയി. 2000 തന്നെ നോർത്ത് പോൾ സൗത്ത് പോൾ അല്ലെ ദക്ഷിണ ധ്രുവം പ്രദേശങ്ങളിലെല്ലാം AI ആരംഭിച്ചു. 2001 ചൈനയിൽ AI വ്യാപകമായി. 2002 പോളണ്ട് AI വ്യാപകമായി. 2003 ആഫ്രിക്കയിൽ AI വ്യാപകമായി. 2003 തന്നെ ലാറ്റിൻ അമേരിക്കയിലും AI വ്യാപകമായി. 2004 മംഗോളിയയിൽ AI വ്യാപകമായി. 2005 250 ലക്ഷം, ഏകദേശം 2.5 കോടി ബിഗ് ബുക്ക് അച്ചടിച്ചു. 2011 ആയപ്പോൾ തായ്ലൻഡില്, 2012 ആയപ്പോൾ ബർബോഡർ, അങ്ങനെ പല രാജ്യങ്ങളിലും നമ്മളുടെ വല വിരിച്ചു. 2012 ആയപ്പോൾ ആൽക്കോളിക്സ് അനോണിമസിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജാക്ക് അലക്സാണ്ടർ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ജാക്ക് അലക്സാണ്ടറുടെ ആർട്ടിക്കിൾ പോലെ ഒരു TV ഷോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും, പഴമക്കാർക്കറിയാം. സത്യമേവ ജയതേ എന്ന് പറഞ്ഞുകൊണ്ട് അമീർ ഖാന്റെ ഒരു TV ഷോ പ്രസിദ്ധീകരിച്ചു, TV ഷോ കാണിച്ചു. ആ TV ഷോയില് അനുബന്ധിച്ച് 90,000 കോളുകളും 700 ലെറ്ററുകളും ആൽക്കോളിക്സ് അനോണിമസിൽ ലഭിച്ചു. 2014 ആയപ്പോഴത്തേക്കും ക്യൂബക്ക് 10 വർഷം ആഘോഷിച്ചു. 2014 ആയപ്പോഴത്തേക്കും ബിഗ് ബുക്കിന് 75 വയസ്സായി. 2015 ആയപ്പോൾ ജപ്പാനിൽ ആൽക്കോളിക്സ് അനോണിമസ് 40ാമത്തെ ആനിവേഴ്സറി ആഘോഷിച്ചു. 2016 എത്തോപ്യയിൽ AI ആരംഭിച്ചു. 2017 ആയപ്പോൾ ക്യൂബയിൽ AI വളർന്നു. 2017 ജോനാസ്ബർഗിൽ AI വളർന്നു പന്തലിച്ചു. 2017 മംഗോളിയയിലെ ഏഷ്യ ഓഷ്യാന സർവീസ് ആരംഭിച്ചു. 2017 തന്നെ ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ. പിന്നെ അതുകൂടാതെ 2017 ആയപ്പോൾ സെക്കുലർ പാംലെറ്റ് ഗ്രേറ്റ് ബ്രിട്ടനിൽ ആരംഭിച്ചു. 2018 ആയപ്പോഴത്തേക്കും ക്യൂബയിൽ പല സ്ഥലങ്ങളിലും ആൽക്കോളിക്സ് അനോണിമസ് വളർന്ന് പന്തലിച്ചു. അപ്പോൾ ഞാൻ വളരെ സ്പീഡിൽ 18 മിനിറ്റ് ഉള്ളതുകൊണ്ടാണ് വളരെ സ്പീഡിൽ, പല രാജ്യങ്ങളിലും വളരെ വേഗമാണ് ഇത് വളർന്ന് പന്തലിച്ചത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ സാവധാനവും, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ 400ഓളം അല്ലെങ്കിൽ 350 ഗ്രൂപ്പെങ്കിലും ഉണ്ടാവും. 6000 അംഗങ്ങളോളം കാണുമായിരിക്കും. എന്തായാലും നമ്മൾ സെൻസസ് സാധാരണ എടുക്കാറില്ല. ഈ വല ഇങ്ങനെ നമ്മൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൽക്കോളിക്സ് അനോണിമസിന്റെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആരെങ്കിലും എവിടെയെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ AIയുടെ സഹായസ്ഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമെന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് തന്നെയാണ് ഓരോ ആൽക്കഹോളിക്സ് അനോണിമസ് അംഗങ്ങളോടും AIക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ചുറ്റും പൊങ്ങിപ്പോകുന്ന കപ്പലിലെ പോലെ ആളുകൾ മരിച്ചു വീഴുകയാണ്. അപ്പോൾ AIയിലെത്തി ഒരു ആത്മീയതയുടെ പകിട്ട് അല്ലെങ്കിൽ ഇത് നേടിയെടുത്തുകൊണ്ട് ബുക്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ആത്മീയതയുടെ ചിറകിലേറി ആകാശത്തുകൂടെ പറന്നു കിടന്നാലും നിങ്ങളുടെ കാലുകൾ നിലത്ത് തൊട്ടിരിക്കണം. അവിടെയാണ് ആൽക്കോളിക്സ് അനോണിമസ് സഹോദരന്മാരുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരുള്ളതെന്നാണ് പറയുന്നത്. ഇപ്പൊ AIയിലെ അംഗങ്ങൾ മാത്രമല്ല, ഭൂമിയുള്ള ആളുകളെല്ലാം അതിന്റെ ചുറ്റുമാണുള്ളത്. അവരെ സഹായിക്കാനായിട്ട് തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ലോകം മുഴുവനും ഉള്ള AIയെ കുറിച്ച് ചെറുതായിട്ട് ഇങ്ങനെ പറയാനായിട്ട് അവസരം തന്ന ഗ്രൂപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ശിവചേട്ടാ. താങ്ക് യു ഫോർ